ആകാശം ഇരുണ്ടു തുടങ്ങിയിരുന്നു. ജനൽ ചില്ലുകളിൽ തട്ടിത്തെറിക്കുന്ന മഴത്തുള്ളികൾ നോക്കി വിശാൽ തൻ്റെ മുറിയിൽ നിൽക്കുകയാണ്. ചുറ്റും ഇരുട്ട് പടർന്നിട്ടും ലൈറ്റിടാൻ അവൻ തുനിഞ്ഞില്ല. അവൻ്റെ മനസ്സിലും അതേ ഇരുട്ടായിരുന്നു. 1 വർഷം മുമ്പ് ഇതേപോലൊരു മഴക്കാലത്താണ് അവൻ്റെ ജീവനായിരുന്ന കൽപ്പന അവനെ തനിച്ചാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞത്. കൽപ്പനയുടെ വേർപാടോടെ വിശാലിൻ്റെ ചിരിയും ജീവനും അവസാനിച്ചിരുന്നു. എന്നാൽ തനിച്ചായിപ്പോയ മകൻ്റെ ജീവിതം ഓർത്ത് ഉരുകിയ മാതാപിതാക്കളുടെ നിർബന്ധത്തിനും കണ്ണീരിനും മുന്നിൽ ഒടുവിൽ അവന് തലകുനിക്കേണ്ടി വന്നു. അങ്ങനെയാണ് 1 മാസം മുമ്പ് അവന്തിക അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. പെട്ടെന്നാണ് മുറിയുടെ വാതിൽ പതുക്കെ തുറക്കപ്പെട്ടത്. ഒരു കൈയിൽ കുടിക്കാൻ ഒരു ഗ്ലാസ് പാലുമായി അവന്തിക അകത്തേക്ക് വന്നു. ലൈറ്റിടാതെ ജനലരികിൽ നിൽക്കുന്ന വിശാലിനെ കണ്ടപ്പോൾ അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവൾ പതുക്കെ വന്ന് സ്വിച്ചിട്ടു. മുറിയിൽ വെളിച്ചം നിറഞ്ഞപ്പോൾ വിശാൽ മുഖം ചൊളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. ഏട്ടാ, ദാ പാൽ. ഒത്തിരി നേരമായില്ലേ വന്നിട്ട്? എന്താ ലൈറ്റ് പോലും ഇടാതെ നിന്നത്? അവന്തിക വളരെ പതുക്കെ ഭയത്തോടെ ചോദിച്ചു. വിശാൽ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. അവൻ്റെ നോട്ടം അവളുടെ കഴുത്തിലെ ചുവന്ന താലിമാലയിലായിരുന്നു. ആ മാല കാണുമ്പോഴെല്ലാം അവൻ്റെ ഉള്ളിൽ കൽപ്പനയോടുള്ള വഞ്ചനയായിട്ടാണ് തോന്നിയത്. അവിടെ വെച്ചേക്കും, എനിക്ക് വേണ്ട. വിശാലിൻ്റെ ശബ്ദം തണുത്തുറഞ്ഞിരുന്നു. ആഹാരവും കഴിച്ചില്ലല്ലോ ഏട്ടാ. അമ്മ താഴെ വിഷമിച്ചിരിക്കുകയാണ്. ഏട്ടൻ ഇങ്ങനെ ഒന്നിനോടും സഹകരിക്കാതെ. അവന്തികയുടെ ശബ്ദം ഇടറി. മതി അവന്തിക, വിശാൽ പെട്ടെന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ ഞെട്ടി പുറകോട്ട് മാറി. വിശാൽ ഒരു ദീർഘശ്വാസം തൻ്റെ ശബ്ദം പതുക്കെ താഴ്ത്തി. എന്നാൽ അതിൽ കടുപ്പമുണ്ടായിരുന്നു. അവന്തിക, ഞാൻ ഈ കല്യാണത്തിന് മുമ്പേ നിന്നോട് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മനസ്സിലിപ്പോഴും എപ്പോഴും കൽപ്പന മാത്രമായിരിക്കും. മറ്റൊരു പെണ്ണിനെ ആ സ്ഥാനത്ത് കാണാൻ എനിക്ക് കഴിയില്ല. വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. പക്ഷേ ഒരു ഭാര്യയുടെ അവകാശങ്ങൾ തരാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എന്നെ ഓർത്ത് നീ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തണ്ട. അത് നിനക്ക് തന്നെയാണ് സങ്കടമുണ്ടാക്കുക. അവൻ്റെ വാക്കുകൾ ഓരോന്നും അവന്തികയുടെ നെഞ്ചിൽ തുളച്ചു കയറി. കണ്ണുകൾ നിറഞ്ഞൊഴുകിയെങ്കിലും അവളത് വേഗം തുടച്ചു മാറ്റി. മുഖത്തൊരു കൃത്രിമ പുഞ്ചിരി വരുത്താൻ അവളെ ശ്രമിച്ചു. എനിക്കറിയാം ഏട്ടാ, കൽപ്പന ചേച്ചിയുടെ സ്ഥാനം തട്ടിയെടുക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കില്ല. ഏട്ടൻ എന്നെ ഒരു ഭാര്യയായി സ്വീകരിക്കാൻ എത്ര കാലം വേണമെങ്കിലും എടുത്തോളും. അതിന് ഞാൻ നിർബന്ധിക്കില്ല. പക്ഷേ എന്നെ ഈ വീട്ടിലൊരു അപരിചിതയെ പോലെ കാണരുത്. അതെങ്കിലും എനിക്ക് തന്നുകൂടെ? വിശാൽ അതിനൊന്നും ഒരു മറുപടിയും പറഞ്ഞില്ല. അവൻ തിരിഞ്ഞ് കട്ടിൽ ചെന്ന് കിടന്നു. അവന്തിക ഒരു നിമിഷം അവനെ നോക്കി നിന്ന ശേഷം അലമാറിൽ നിന്നും ഒരു പായയും തലയിണയും എടുത്ത് തറയിൽ വിരിച്ചു. ഒരേ മുറി കട്ടിലിൽ വിശാലും തറയിൽ അവന്തികയും. 2 പേരുടെയും കണ്ണുകളിൽ ഉറക്കമില്ലായിരുന്നു. ജനലിന് പുറത്തെ മഴ പോലെ അവന്തികയുടെ കണ്ണുകളും നിശബ്ദമായി പെയ്യുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഇതായിരുന്നു അവരുടെ പതിവ്. മാസങ്ങൾ 3 കഴിഞ്ഞു പോയി. അവന്തിക വീട്ടിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറി. വിശാലിൻ്റെ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ അവൾ പരിചരിച്ചു. വിശാലിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ചോദിച്ചറിഞ്ഞുണ്ടാക്കിച്ചു. അവൻ ഓഫീസിൽ പോകുമ്പോൾ വസ്ത്രങ്ങൾ കൃത്യമായി ഇസ്തിരിയിട്ട് വെച്ചു. അവൻ തിരികെ വരുന്നത് വരെ കാത്തിരുന്നു. പക്ഷേ വിശാൽ ഇതൊന്നും കാണാത്തത് പോലെ നടന്നു. അവളുടെ അത്യാവശ്യത്തിന് മാത്രമാണ് അവൻ സംസാരിച്ചത്. അവൾ തരുന്ന ഓരോ കെയറിങ്ങും അവൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചില്ല. അന്ന് കൽപ്പനയുടെ ഓർമ്മ ദിവസമായിരുന്നു. രാവിലെ മുതൽ വിശാൽ ഭയങ്കര അസ്വസ്ഥനായിരുന്നു. ഓഫീസിൽ പോയെങ്കിലും അവനൊരു പണിയിലും ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഉള്ളിലെ സങ്കടം സഹിക്കാനാവാതെ ജീവിതത്തിൽ ആദ്യമായി അവൻ ഒരു കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് മദ്യം കഴിച്ചു. ഒന്നിനു പുറകെ ഒന്നായി അവൻ കുടിച്ചു തീർത്തു. ഉള്ളിലെ വേദന മറക്കാൻ ലഹരിക്ക് മാത്രമേ കഴിയൂന്ന് അവൻ തെറ്റിദ്ധരിച്ചു. കൂട്ടുകാർ തടഞ്ഞെങ്കിലും അവനത് നിർത്തിയില്ല. രാത്രി 11 മണിയായി. വീട്ടിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അവന്തിക മാത്രം ഹാളിലെ സോഫയിൽ ഇരുന്നുറങ്ങി വിശാലിനെ കാത്തിരിക്കുകയാണ്. വാതിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടാണ് അവൾ ഞെട്ടി ഉണർന്നത്. അവൾ വേഗം ചെന്ന് വാതിൽ തുറന്നു.
മുന്നിൽ നിൽക്കുന്ന വിശാലിനെ കണ്ട് അവൾ അന്തം വിട്ടുപോയി. ഷർട്ടിൻ്റെ ബട്ടൺസ് പകുതിയും അഴിഞ്ഞു കിടക്കുന്നു. മുടി അലങ്കോലപ്പെട്ടിരിക്കുന്നു. നടക്കാൻ പോലും കഴിയാതെ അവൻ വാതിലിൽ ചാരി നിൽക്കുകയാണ്. അവനിൽ നിന്നും ശക്തമായ മദ്യത്തിൻ്റെ മണം പുറത്തു വന്നു. ഈശ്വര, ഏട്ടാ, ഇതെന്തൊരു കോലമാണ്! അവന്തിക പരിഭ്രമത്തോടെ അവൻ്റെ കൈകളിൽ പിടിച്ചു താങ്ങി. കൽപ്പന, എൻ്റെ കൽപ്പന, വിശാൽ പിച്ചും പേയും പറയാൻ തുടങ്ങി. അവന്തിക കഷ്ടപ്പെട്ട് അവനെ താങ്ങിപ്പിടിച്ച് മുകളിലെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. അവനെ കട്ടിൽ ഇരുത്തിയപ്പോഴേക്കും അവൾ വല്ലാതെ തളർന്നിരുന്നു. അവൾ അവൻ്റെ ഷൂസ് അഴിച്ചു മാറ്റി. വിയർത്ത് കുളിച്ച് അവൻ്റെ മുഖം തുടക്കാനായി ബെഡ്ഷീറ്റിൻ്റെ അരികു കൊണ്ട് അവൾ അടുത്തേക്ക് നീങ്ങിയതും വിശാൽ പെട്ടെന്ന് അവളുടെ 2 കൈകളിലും ബലമായി പിടിച്ചെടുത്തു. അവൻ്റെ ആ പിടിയിൽ അവന്തിക ഞെട്ടിപ്പോയി. അവൻ്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തിരുന്നു. ആ കണ്ണുകളിൽ വിരഹത്തിൻ്റെ തീക്ഷ്ണതയുണ്ടായിരുന്നു. ഏട്ടാ, കയ്യൊന്ന് വിടും, വേദനിക്കുന്നു, നിങ്ങൾക്ക് ബോധമില്ല. അവന്തിക കൈകൾ വിടുവിക്കാൻ ശ്രമിച്ചു. ഇല്ല, ഞാൻ വിടില്ല. നീ എന്നെ തനിച്ചാക്കി പോയതല്ലേ. എത്ര കരഞ്ഞിട്ടാ കൽപ്പന നീ എന്നെ വിട്ടു പോയത്. എനിക്ക് വയ്യ ഇനി നീ ഇല്ലാതെ ജീവിക്കാൻ. നീ വന്നല്ലോ, നീ ഇനി എങ്ങോട്ടും പോകില്ല. വിശാൽ ലഹരിയുടെയും സങ്കടത്തിൻ്റെയും അത്തിച്ചുകൂടിയിൽ ഉറക്കെ പറഞ്ഞു. ഏട്ടാ, പ്ലീസ് നോക്കൂ, ഇത് കൽപ്പന ചേച്ചിയല്ല, ഞാൻ അവന്തികയാണ്. അവന്തിക. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ പിടിച്ച് തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ വിശാലൊന്നും കേൾക്കുന്ന അവസ്ഥയില്ലായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ മുന്നിൽ നിൽക്കുന്നത് കൽപ്പന മാത്രമായിരുന്നു. വർഷങ്ങളായി ഉള്ളിൽ ഒതുക്കി വെച്ച പ്രണയവും വിരഹവും കാമവുമെല്ലാം ആ ലഹരിയിൽ അണപൊട്ടിയൊഴുകി. അവൻ അവളെ തന്നിലേക്ക് ശക്തമായി വലിച്ചെടുപ്പിച്ചു. അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കാൻ തുടങ്ങി. അവന്തികയുടെ എതിർപ്പുകളെല്ലാം അവൻ്റെ പുരുഷശക്തിക്ക് മുന്നിൽ തകർന്നുപോയി. അവളുടെ കണ്ണീരിനേക്കാൾ ശക്തിയുണ്ടായിരുന്നു അവൻ്റെ ലഹരിക്ക്. അവൻ്റെ ഉള്ളിലെ പ്രണയവും അവളുടെ സങ്കടവും കൊണ്ടുള്ള തളർച്ചയും കാരണം ഒടുവിൽ അവൾ അവന് പൂർണ്ണമായി കീഴടങ്ങി. ആ കറുത്ത രാത്രി ലഹരിയുടെ വിഭ്രാന്തിയിൽ അവൻ്റെ വിശാലിൻ്റെ സ്വന്തമായി മാറി. അടുത്ത ദിവസം രാവിലെ ജനലിലൂടെ അരിച്ചെത്തിയ സൂര്യപ്രകാശം വിശാലിൻ്റെ മുഖത്തടിച്ചു. കടുത്ത തലവേദനയോടെയാണ് അവൻ കണ്ണു തുറന്നത്. തലേ ദിവസം രാത്രിയിലെ മദ്യത്തിൻ്റെ ലഹരി പതുക്കെ വിട്ടുമാറിയപ്പോൾ അവൻ്റെ ഓർമ്മകളിലേക്ക് ചില ദൃശ്യങ്ങൾ കടന്നു വന്നു. താൻ ആരോടോ ദേഷ്യപ്പെട്ടത്, ആരോടൊക്കെയോ കരഞ്ഞു സംസാരിച്ചതും ഞാൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയതും. പെട്ടെന്ന് ഞെട്ടലോടെ ചുറ്റും നോക്കി. ബെഡിൻ്റെ ഒരു കോണിൽ നിലത്തിരുന്ന് ചുമരിൽ തലവെച്ച് കരയുന്ന അവന്തികയെയാണ് അവൻ കണ്ടത്. അവളുടെ വസ്ത്രങ്ങൾ അലങ്കോലപ്പെട്ടിരുന്നു. മുടി അഴിഞ്ഞു കിടക്കുന്നു. കരഞ്ഞു കലയെ കണ്ണുകളോടെ അവൻ ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുകയാണ്. ബെഡ്ഷീറ്റിലെ പാടുകൾ കണ്ടപ്പോൾ വിശാലിന് കാര്യം മനസ്സിലായി. താൻ ഇന്നലെ രാത്രി എന്താണ് ചെയ്തതെന്ന്. വിശാലിൻ്റെ നെഞ്ച് വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. കടുത്ത കുറ്റബോധം അവൻ്റെ ഉള്ളിൽ ആഞ്ഞടിച്ചു. അവൻ പതുക്കെ കട്ടിലിൽ നിന്നിറങ്ങി അവളുടെ അരികിലേക്ക് ചെന്നു. അവന്തിക, അവൻ പതുക്കെ വിറക്കുന്ന ശബ്ദത്തോടെ വിളിച്ചു. അവളുടെ പേര് കേട്ടതും അവന്തിക ഞെട്ടി അവനെ നോക്കി. ആ നോട്ടത്തിൽ ദേഷ്യവും സങ്കടവും അതിലുപരി തീവ്രമായ അപമാനവും ഉണ്ടായിരുന്നു. അവൾ വേഗം അവളുടെ ഷാൾ എടുത്തു പുതച്ചു. അവന്തിക, ഞാൻ ഇന്നലെ രാത്രി എനിക്ക് ഒട്ടും ബോധമില്ലായിരുന്നു. ഞാൻ കൽപ്പനയാണെന്ന് കരുതി. എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയാതെ. വിശാൽ തലയിൽ കൈവച്ച് പതറി പറഞ്ഞു. അറിയാതെയോ? അവന്തിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ക്ഷമിക്കാൻ ഇതെന്താ വല്ല കുട്ടിക്കളിയുമാണോ ഏട്ടാ? സ്വന്തം ഭാര്യയെ സ്പർശിക്കാൻ, അവളോടൊപ്പം കിടക്ക പങ്കിടാൻ ഏട്ടന് മദ്യത്തിൻ്റെ ലഹരി വേണമായിരുന്നല്ലേ? അതും എന്നെ ഞാനായിട്ടല്ല, മറ്റൊരാളായി സങ്കല്പിച്ച്. ഒരു പെണ്ണിന് ഇതിലും വലിയൊരു അപമാനം ഈ ലോകത്ത് വേറെ കിട്ടാനുണ്ടോ? അവന്തിക, ഞാൻ പറയുന്നത് കേൾക്കൂ. വിശാൽ അവളുടെ കൈകളിൽ പിടിക്കാനായി. തൊട്ടുപോകരുതെന്നെ, അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഏട്ടനെ ഒരുപാട് സ്നേഹിച്ചു. എന്നെങ്കിലും ഒരിക്കൽ ഏട്ടൻ്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു മൃഗത്തെ പോലെ എന്നെ ഇങ്ങനെ എനിക്ക് ഏട്ടനെ കാണുന്നത് പോലും ഇപ്പോൾ വെറുപ്പാണ്. അവൾ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടി വാതിലടച്ചു. വിശാൽ തളർന്നു നിലത്തിരുന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകി. കൽപ്പനയോടുള്ള സ്നേഹം തൻ്റെ മനസ്സിനെ എത്രമാത്രം അന്ധനാക്കിയിരുന്നു എന്ന്
അവൻ തിരിച്ചറിഞ്ഞു. ലഹരിയുടെ മറവിലാണെങ്കിലും താൻ ഒരു പാവം കുട്ടിയുടെ ആത്മാഭിമാനത്തെയാണ് തകർത്തത്. അവളോട് ചെയ്ത അനീതിക്ക് എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യുമെന്നറിയാതെ അവൻ ഉരുകി. ആ നിർണായകമായ രാത്രിക്ക് ശേഷം അവന്തിക പൂർണ്ണമായും ഉൾവലിഞ്ഞു. വിശാലിനോട് അവൾ ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. അവൾ ആ വീട്ടിൽ ഒരു യന്ത്രം പോലെ ജീവിച്ചു. വിശാലിൻ്റെ മുന്നിൽ പെടാതിരിക്കാൻ അവൾ പലപ്പോഴും ശ്രദ്ധിച്ചു. അവൻ റൂമിലേക്ക് വരുമ്പോൾ അവൾ പുറത്തേക്ക് പോകും. അവൻ ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോൾ അവൾ അടുക്കളയിൽ തന്നെ നിൽക്കും. ഈ മാറ്റം വിശാലിനെ വല്ലാതെ വേദനിപ്പിച്ചു. കടുത്ത കുറ്റബോധം അവൻ്റെ ഉള്ളിൽ ഒരു തീക്കനലായി എരിഞ്ഞുകൊണ്ടിരുന്നു. ഓഫീസിൽ പോയാലും അവൻ്റെ മനസ്സിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഇരിക്കുന്ന അവന്തികയുടെ മുഖം മാത്രമായിരുന്നു. താൻ ലഹരിയിലാണെങ്കിലും ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവളോട് ചെയ്ത അനീതിക്ക് പ്രായശ്ചിത്തം ചെയ്യണമെന്നും അവളിൽ നിന്ന് ഒളിച്ചോടിയത് തെറ്റാണെന്നും അവന് മനസ്സിലാക്കി. ഒരു ദിവസം രാവിലെ വിശാൽ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോൾ അവന്തിക ഹാളിൽ തുണി മടക്കുകയായിരുന്നു. അവൻ പതുക്കെ അവളുടെ അരികിലേക്ക് ചെന്നു. അവന്തിക, ഞാൻ ഓഫീസിൽ പോവുകയാണ്. വൈകിട്ട് വരാൻ ഇത്തിരി വൈകും. നിനക്ക് എന്തെങ്കിലും വേണോ? വിശാൽ വളരെ ശാന്തമായി ആദ്യമായി അവളോട് അങ്ങനെ ചോദിച്ചു. അവന്തിക അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വസ്ത്രങ്ങൾ മടക്കി വെക്കുന്നത് തുടർന്നു. അവൾ തികച്ചും മൗനത്തിലായിരുന്നു. അവന്തിക, എന്നോട് സംസാരിച്ചുകൂടെ നിനക്ക്? നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അന്ന് രാത്രി സംഭവിച്ചതിന് വിശാൽ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവന്തിക അവിടെ നിന്നും എഴുന്നേറ്റ് അകത്തേക്ക് പോയി. വിശാൽ ഒരു ദീർഘശ്വാസം എടുത്ത് അവിടെ നിന്നു. അവൾ തന്നെ വെറുക്കുന്നതിൽ അവൻ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ആ വെറുപ്പ് മാറ്റിയെടുക്കാൻ അവൾ തീരുമാനിച്ചു. കൽപ്പന തൻ്റെ ഭൂതകാലമാണെന്നും തൻ്റെ വർത്തമാനവും ഭാവിയും അവന്തികയാണെന്നും അവൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ തുടങ്ങി. അടുത്ത കുറച്ച് ദിവസങ്ങളായി വിശാൽ അവന്തികയുടെ നിഴലായി മാറി. അവൾ എവിടെയുണ്ടോ അവിടെയെല്ലാം വിശാലിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അമ്മ പുറത്തു പോയിരിക്കുകയായിരുന്നു. അവന്തിക അടുക്കളയിൽ ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കുകയാണ്. അവളുടെ മനസ്സ് എവിടെയോ ആയിരുന്നു. പെട്ടെന്നാണ് ഗ്യാസ് സ്റ്റൗവിൽ ഇരുന്ന് തിളച്ച പാൽ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് തിളച്ചു മറന്നത്. അത് കണ്ട് പരിഭ്രമിച്ച അവന്തിക തുണിയെടുക്കാൻ ഓർക്കാതെ വെറും കൈയോടെ ആ ചൂടുപാത്രം പിടിക്കാൻ മാഞ്ഞു. എന്താ അവന്തിക? വേണ്ട. പുറകിൽ നിന്നും ഒരലർച്ചയോടെ വിശാൽ അടുക്കളയിലേക്ക് ഓടിയെത്തി. അവൾ പാത്രത്തിൽ തൊടുന്നതിന് മുമ്പ് തന്നെ വിശാൽ അവളുടെ ഇടുപ്പിലൂടെ കൈകളിട്ട് അവളെ പുറകോട്ട് ശക്തമായി വലിച്ചെടുത്തു. രണ്ടുപേരുടെയും ശ്വാസം ഒന്നായി. വിശാലിൻ്റെ ശക്തമായ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകിയിരുന്നു. അവന്തിക ഭയത്തോടെയും അത്ഭുതത്തോടെയും അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള കരുതലും ഭയവുമെല്ലാം വ്യക്തമായിരുന്നു. അറിവില്ലേ നിനക്ക്? പൊള്ളിയാൽ എന്തു ചെയ്യും? വിശാൽ ദേഷ്യത്തോടെയാണെങ്കിലും വളരെ സ്നേഹത്തോടെ ചോദിച്ചു. അവൻ അവളുടെ രണ്ട് കൈകളും എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. കൈവിടും, ആരെങ്കിലും കാണും. അവന്തികയുടെ നെഞ്ചെടുപ്പ് കൂടി. അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ആര് കണ്ടാലെന്താ? നീ എൻ്റെ ഭാര്യയല്ലേ? വിശാൽ അവളുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി പറഞ്ഞു. ആദ്യമായിട്ടാണ് അവൻ അവളെ ഭാര്യയെന്ന് അഭിസംബോധന ചെയ്യുന്നത്. ആ വാക്ക് കേട്ടപ്പോൾ അവന്തികയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. ഇനി നിനക്കൊരു ചെറിയ പുറൽ പോലും വീഴാൻ ഞാൻ അനുവദിക്കില്ല. അതിന് എൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും. വിശാൽ അവളുടെ മുഖത്തേക്ക് നോക്കി പതുക്കെ പറഞ്ഞു. അവന്തിക ഒന്നും പറയാനാവാതെ നിന്നു. ആകാശത്ത് ഇടയും മിന്നലുമായി കനത്ത മഴ പെയ്യാൻ തുടങ്ങി. കാറ്റിൻ്റെ ശക്തിയിൽ ജനലുകൾ ശക്തമായി അടിച്ചു പൊളിഞ്ഞു. അവന്തിക വേഗം ജനലുകൾ അടക്കാനായി അരികിലേക്ക് ചെന്നു. എന്നാൽ ശക്തമായ കാറ്റിൽ ജനൽപ്പാളികൾ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ലായിരുന്നു. മഴവെള്ളം വന്ന് അവളുടെ മുഖവും മുടിയും നനച്ചു. പെട്ടെന്നാണ് പുറകിൽ നിന്നും ഒരു വാംഫിൽ അവൾക്ക് അനുഭവപ്പെട്ടത്. വിശാൽ അവളുടെ പുറകിൽ വന്നു നിന്നിരുന്നു. അവൻ തൻ്റെ രണ്ട് കൈകളും അവളുടെ കൈകൾക്ക് മുകളിൽ വെച്ചു. അവൻ്റെ നെഞ്ച് അവളുടെ പുറകിൽ പതുക്കെ മുട്ടി നിന്നു. രണ്ടുപേരും ചേർന്ന് ആ ജനൽപ്പാളികൾ വലിച്ചടച്ച് കുറ്റിയിട്ടു. ജനലടച്ചെങ്കിലും വിശാൽ കൈകൾ മാറ്റിയില്ല. അവൻ അവളുടെ പുറകിൽ നിന്നും ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. അവളുടെ നനഞ്ഞ മുടിയിൽ നിന്നും ഒലിച്ചിറങ്ങിയ വെള്ളത്തുള്ളികൾ അവളുടെ കഴുത്തിലൂടെ താഴേക്കിറങ്ങുന്നത് അവൻ നോക്കി നിന്നു. ഏട്ടാ,
അവന്തികയുടെ ശബ്ദം വല്ലാതെ വിറച്ചു. അവന്തിക. വിശാൽ അവളുടെ കഴുത്തിൻ്റെ അരികിൽ നിന്ന് പതുക്കെ മന്ത്രിച്ചു. അവൻ്റെ ചൂടുള്ള ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അന്ന് ആ രാത്രിയിൽ എനിക്ക് ബോധമില്ലായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ ഇന്ന് എനിക്ക് പൂർണ്ണ ബോധമുണ്ട്. കൽപ്പന എൻ്റെ ഭൂതകാലമായിരുന്നു. അവളെ മറക്കാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ നെഞ്ച്, എൻ്റെ ശ്വാസത്തിൽ നീ മാത്രമാണ്. എനിക്ക് നീ മാപ്പ് തരുമോ? പ്ലീസ്, എന്നെ മനസ്സിലാക്കണം. വിശാൽ പതുക്കെ അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി. അവളുടെ മുഖത്തുണ്ടായിരുന്ന നനഞ്ഞ മുടികൾ അവൻ പതുക്കെ കാതിന് പിറകിലേക്ക് ഒതുക്കി വെച്ചു. അവളുടെ വിറക്കുന്ന ചുണ്ടുകളിലേക്കും പ്രണയം തുളുമ്പുന്ന കണ്ണുകളിലേക്കും അവൻ നോക്കി. അവന്തികയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകി. പക്ഷെ അത് സങ്കടത്തിൻ്റെ ആയിരുന്നില്ല. വർഷങ്ങളായി അവൾ കാത്തിരുന്ന സ്നേഹത്തിൻ്റെ സന്തോഷക്കണ്ണീറായിരുന്നു. അവൾ പതുക്കെ അവളുടെ കൈകൾ അവൻ്റെ കഴുത്തിന് പുറകിലൂടെ ഇട്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. വിശാൽ ഒരു പുഞ്ചിരിയോടെ അവളെ കൈകളിൽ കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു. ഇത്തവണ അവരുടെ കിടപ്പറയിൽ ലഹരിയുടെ വിഭ്രാന്തി ഉണ്ടായിരുന്നില്ല. മരിച്ച് പരസ്പരമുള്ള തിരിച്ചറിവിൻ്റെയും തീവ്രമായ പ്രണയത്തിൻ്റെയും വസന്തമായിരുന്നു അവിടെ വിരിഞ്ഞത്. ആ രാത്രി മുഴുവൻ അവൾ പരസ്പരം പ്രണയിച്ചു തീർത്തു. അവർക്കിടയിൽ പ്രണയം തലയിട്ടെങ്കിലും ഭൂതകാലത്തിൻ്റെ ചില നിഴലുകൾ വീണ്ടും അവരെ തേടിയെത്തി. ഒരു ഞായറാഴ്ച വിശാൽ ഓഫീസിലെ ഒരു മീറ്റിങ്ങിനായി പുറത്തു പോയ സമയത്താണ് അവന്തിക റൂം വൃത്തിയാക്കാൻ തുടങ്ങിയത്. അലമാരയുടെ മുകളിലെ തട്ടിൽ നിന്നും പഴയൊരു ഡയറി താഴേക്ക് വീണു. അത് കൽപ്പനയുടെ ഡയറിയായിരുന്നു. അതിൽ വിശാലും കൽപ്പനയും ഒന്നിച്ചുള്ള ചിത്രങ്ങളും കൽപ്പന എഴുതിയ പ്രണയക്കുറിപ്പുകളും ഉണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ അവന്തികയുടെ ഉള്ളിൽ വീണ്ടും ഒരു അപകർഷതാബോധം തോന്നി. വിശാലേട്ടന് എന്നോട് വെറും കുറ്റബോധം കൊണ്ടാണോ, അതോ കൽപ്പന ചേച്ചിക്ക് പകരക്കാരിയായി മാത്രമാണോ എന്നെ കാണുന്നത് എന്ന ചിന്ത അവളെ വീണ്ടും സങ്കടത്തിലാഴ്ത്തി. വൈകുന്നേരം വിശാൽ സന്തോഷത്തോടെ റൂമിലേക്ക് വരുമ്പോൾ അവന്തിക കട്ടിലിൽ സങ്കടത്തോടെ ഇരിക്കുകയായിരുന്നു. അവളുടെ കയ്യിൽ ഒരു ഡയറി ഉണ്ടായിരുന്നു. അവന്തിക, എന്താണിത്? വിശാൽ പരിഭ്രമത്തോടെ അവളുടെ അരികിലേക്ക് ചെന്നു. ഏട്ടാ, എന്നോട് സത്യം പറയും. ഏട്ടൻ്റെ മനസ്സിൽ എനിക്ക് ശരിക്കും സ്ഥാനമുണ്ടോ, അതോ അന്ന് രാത്രി ചെയ്ത തെറ്റിൻ്റെ കുറ്റബോധം തീർക്കാൻ വേണ്ടിയാണോ എന്നോട് ഈ സ്നേഹം കാണിക്കുന്നത്? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. വിശാൽ അവളുടെ കൈകളിൽ നിന്നും ഡയറി വാങ്ങി മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് അവളുടെ മുഖം തൻ്റെ കൈക്കുള്ളിലാക്കി. അവന്തിക, നീ കേൾക്കണം. കൽപ്പന എൻ്റെ ഭൂതകാലമായിരുന്നു. അവളെ എനിക്ക് തന്ന മനോഹരമായ ഓർമ്മകളാണ്. അതെനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ എന്നെ ഈ ഇരുട്ടിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് നീയാണടി. നിന്റെ ഈ നിഷ്കളങ്കമായ സ്നേഹമാണ്. ഇത് കുറ്റബോധമല്ല അവന്തിക, ഇത് നിന്നോടുള്ള എൻ്റെ പ്രണയമാണ്. കൽപ്പനയുടെ പകരക്കാരിയല്ല നീ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശരിയാണ്. അവൻ്റെ കണ്ണുകളിലെ ആത്മാർത്ഥത കണ്ടപ്പോൾ അവന്തികയുടെ മനസ്സിൽ സംശയങ്ങളെല്ലാം മഞ്ഞുപോലെ ഉരുകിത്തീർന്നു. മാസങ്ങൾ വീണ്ടും കടന്നുപോയി. പഴയ സങ്കടങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും നിഴലുകൾ ആ വീട്ടിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു പോയിരുന്നു. വിശാലും അവന്തികയും ഇപ്പോൾ പരസ്പരം ജീവനാണ്. ഒരാളെ പിരിഞ്ഞ് മറ്റൊരാൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലായി അവർ. ഒരു മനോഹരമായ വൈകുന്നേരം. ആകാശത്ത് ചമ്പുട്ട് വിരിച്ച് സൂര്യൻ അസ്തമിക്കുകയാണ്. തണുത്ത കാറ്റ് വീശടിക്കുന്നുണ്ടായിരുന്നു. വിശാലും അവന്തികയും ബാൽക്കണിയിലെ ഊഞ്ഞാലിൽ ഒരുമിച്ച് ആടുകയാണ്. അവന്തിക വിശാലിൻ്റെ തോളിൽ തല ചായ്ച്ചിരിക്കുകയാണ്. വിശാൽ അവളുടെ കൈവിരലുകൾ പുറത്തു പിടിച്ച് പതുക്കെ തഴുകുന്നുണ്ടായിരുന്നു. ഏട്ടാ, അവന്തിക പതുക്കെ വിളിച്ചു. എന്താടോ? ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും, അന്ന് രാത്രി അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, ഏട്ടൻ അന്ന് മദ്യപിച്ച് എൻ്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും രണ്ടപരിചിതരെ പോലെ ആ മുറിക്കുള്ളിൽ കഴിഞ്ഞേനെ. വിധി ചിലപ്പോൾ ഭയങ്കര വിചിത്രമാണല്ലേ? അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. വിശാൽ ഊഞ്ഞാൽ നിർത്തി അവളുടെ രണ്ട് കൈകളും തൻ്റെ കൈക്കുള്ളിലാക്കി പിടിച്ചു. അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. അന്ന് സംഭവിച്ചത് ഒരു തെറ്റായിരിക്കാം അവന്തിക. ലഹരിയുടെ പുറത്ത് എനിക്ക് പറ്റിയ ഒരു വീഴ്ച.
പക്ഷെ ആ തെറ്റാണ് നീ എന്ന വലിയൊരു ശൈലിയിലേക്ക് എത്തിച്ചത്. കൽപ്പന എൻ്റെ ജീവിതത്തിലെ ഒരു മനോഹരമായ അധ്യായമായിരുന്നു. പക്ഷെ നീയാണ് എൻ്റെ ബാക്കി ജീവിതം മുഴുവൻ. എൻ്റെ വർത്തമാനവും ഭാവിയും എല്ലാം നീ മാത്രമാണ്. ഐ ലവ് യു അന്തിക. മരണം വരെ ഈ കൈകൾ ഞാൻ വിടില്ല. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവന്തികയുടെ കണ്ണുകൾ വീണ്ടും സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൾ അവൾ അവനെ ഗാഢമായി കെട്ടിപ്പിടിച്ചു. ഐ ലവ് യു ഏട്ടാ. ഇനി ഒരിക്കലും എന്നിൽ നിന്നും പോകരുത്. അവൾ അവൻ്റെ നെഞ്ചിൽ പതുക്കെ മന്ത്രിച്ചു. അസ്തമയ സൂര്യൻ്റെ ചുവന്ന വെളിച്ചത്തിൽ ആ പ്രണയ ജോഡികൾ പരസ്പരം ഒട്ടിപ്പിടിച്ചു നിന്നു. ജീവിതത്തിൽ പല വീഴ്ചകൾ ഉണ്ടാകുന്നത് വലിയൊരു തിരിച്ചറിവ് വേണ്ടിയായിരിക്കാം. നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ ഓർത്ത് ജീവിക്കുന്നതിനേക്കാൾ മനോഹരമാണ് കൂടെയുള്ള ആളെ മനസ്സിലാക്കി ജീവിക്കുന്നത്. മനസ്സിലാക്കാൻ ഒരു മനസ്സ് കൂടെയുണ്ടെങ്കിൽ ഏത് കഠിനമായ വഴിയും മനോഹരമായ പ്രണയത്തിലെത്തിച്ചെത്തും.